ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സേവനായിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു പാൽ കവർ മാത്രം മതി കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൈയൊന്നും വേദനിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് അപ്പം ഇടിയപ്പത്തിൻ്റെ ഒരു മിക്സാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ ആണ്. ഒരു 2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ചൂടായ വെള്ളം ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത് തിളച്ച വെള്ളമാണ്. അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ നമുക്ക് ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുഴച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കൈ വെച്ചിട്ട് വേണം ഇതിൻ്റെ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാനിതാ കൈ വെച്ചിട്ട് കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മഴ ആയിട്ട് വേണം നമുക്കിതൊന്ന് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടുന്ന സമയത്ത് ഇതുപോലെ ഉരുണ്ട് കിട്ടണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ വീട്ടിലൊക്കെ പാലൊക്കെ വാങ്ങില്ല. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇടിയപ്പത്തിൻ്റെ ഇതുണ്ടല്ലോ, അത് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും കട്ടിയുള്ള പാൽ കവറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ഇത് തീരെ കട്ടി കുറവാണ്. കുറച്ചുകൂടി കട്ടിയുള്ള കവറാണെങ്കിൽ നല്ല കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കുറച്ച് മാത്രം മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് തന്നെ ഹോൾ ചെയ്യേണ്ട, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് ഹോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന കണ്ടില്ലേ. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സേവനായി പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇത് കൈ വെച്ചിട്ടൊന്ന് പിഴിയുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ഇടിയപ്പവും ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സേവനായൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പാൽ കവർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ കവറാണ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം കണ്ടില്ലേ, നമ്മുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അഥവാ ഇടിയപ്പം. അപ്പം നമ്മുടെ സാധാരണ സേവനായിൽ ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിലും ഉണ്ടാക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന് ആയിട്ടുള്ള ഒരു കറി കൂടി ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1/2 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 വിസിലടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ ഇതിൽ നിന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയില, കറിവേപ്പില അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കപ്പ കൂടി ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമ്മുടെ ആ ഒരു ഇടിയപ്പത്തിന് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.